അനന്തുവേട്ടാ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇറങ്ങി വരട്ടെ അനന്തുവേട്ടൻ്റെ കൂടെ എന്നാതിര നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ട് അനന്തുവിനോട് ചോദിച്ചു. മതി, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നീ എൻ്റെ പ്രാണൻ തന്നെയാണ്. പക്ഷേ നിൻ്റെ വീട്ടിൽ ഞാൻ പെണ്ണ് ചോദിച്ചു വന്നപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ ജോലിയും കൂലിയും ഇല്ലാത്തവനാണെന്ന്. എനിക്കെങ്ങനെയാ ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയുക എന്ന്? അതെ, നിൻ്റെ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി. എൻ്റെ ദാരിദ്ര്യം പിടിച്ച ജീവിതത്തിലേക്ക് നീ വന്ന നിൻ്റെ ജീവിതവും എന്നെപ്പോലെ പട്ടപ്പൂജ്യമായി മാറും. അതുകൊണ്ട് നീ ഉറപ്പിച്ച കല്യാണത്തിന് സമ്മതിക്കണം. നിൻ്റെ ചെറുക്കൻ എന്നെപ്പോലെ അല്ല. അവനൊരു സർക്കാർ ജോലിക്കാരനല്ലേ. നിന്നെ പൊന്നുപോലെ നോക്കും അദ്ദേഹം. പിന്നെ ഞാൻ നാളെ ഇവിടെ വിട്ടുപോകും. നിൻ്റെ ഓർമ്മകൾ ഒരിക്കലും എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ നാളെ ചെന്നൈയിലേക്ക് പോവാണ്. നിനക്കെൻ്റെ എല്ലാവിധ മംഗളാശംസകളും എന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അനന്തുവേട്ടാ എന്നും വിളിച്ച് ആതിര അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ പ്ലീസ് എന്നും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. രണ്ടുപേർക്കും അവരുടെ സങ്കടം അടക്കി പിടിക്കാനായില്ല. അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ ഷർട്ടിൽ ആകെ പടർന്നു. പെട്ടെന്ന് അനന്തു അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ചെല്ലാൻ നോക്കാതെ, നേരം ഒരുപാടായി, ഇനി തമ്മിൽ കാണാതിരിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവളിൽ നിന്ന് നടന്നകന്നു. അവൻ കൺമുന്നിൽ നിന്ന് മായുന്നത് വരെ അവൾ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുനീർ തുള്ളികൾ നിൽക്കാതെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരേ നാട്ടുകാരാണ് ആതിരയും അനന്തുവും. ആതിര പഠിച്ചിരുന്ന കോളേജിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലായിരുന്നു അനന്തു ജോലി ചെയ്തിരുന്നത്. ആദ്യം നാട്ടുകാരാണെന്ന പരിചയത്തിൽ രണ്ടാളും പുഞ്ചിരിക്കുമായിരുന്നു. പിന്നീട് ആ പരിചയം പതിയെ പ്രണയത്തിലേക്ക് വഴിതിരിയുകയായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അനന്തുവിൻ്റേത്. അച്ഛനും അമ്മയും ഒരു പെങ്ങളും അടങ്ങുന്ന കുടുംബമാണ് അവൻ്റേത്. ചോർന്നൊലിക്കുന്ന ഒരു വീടും ഒരുപാട് കടങ്ങളുമാണ് അവൻ്റെ സമ്പാദ്യം. അച്ഛനും അമ്മയും ഒരിക്കൽ ഒന്നിച്ച് കവലയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഉണ്ടായ അപകടത്തിൽ രണ്ടുപേരും കിടപ്പിലായി. പിന്നീട് അവനായിരുന്നു ആ വീടിൻ്റെ ആശ്രയം. അനിയത്തിയെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചയക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ആതിര ഒരു മിഡിൽ ക്ലാസ് കുടുംബമാണ്. അച്ഛനും അമ്മയും രണ്ടേട്ടന്മാരും അടങ്ങുന്നതാണ് അവളുടെ കുടുംബം. അവളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകനും അവളുടെ കോളേജിലാണ് പഠിക്കുന്നത്. അനന്തവും ആതിരയും തമ്മിലുള്ള പ്രേമബന്ധം അവനാണ് അവളുടെ വീട്ടിൽ അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവളുടെ ഏട്ടന്മാർ ആ ബന്ധത്തെ എതിർക്കുകയും അവളെ റൂമിൽ പൂട്ടിയിടുകയും ചെയ്തു. തുടർന്ന് അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിക്കുകയും ചെയ്തു. ആരും അറിയാതെ ആതിര അവനെ വിളിച്ച് കാര്യം അറിയിച്ചു. അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്ന് അവളെ പെണ്ണ് ചോദിച്ചു. ജോലിയും കൂലിയും ഇല്ലാത്ത തനിക്ക് തരാനുള്ളതല്ല ഞങ്ങളുടെ കുട്ടിയുടെ ജീവിതം എന്നും പറഞ്ഞ് അവളുടെ ഏട്ടന്മാർ അവനെ തല്ലി. തൻ്റെ മകൾക്ക് ഒരു നല്ല ജീവിതമുണ്ട് എന്നും അത് നീയായിട്ട് നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ അവന് നേരെ കൈകൂപ്പി. അവളുടെ അച്ഛൻ്റെ ആ വാക്കുകൾ അവന് സത്യമാണെന്ന് മനസ്സിലാവുകയും അവളെ തന്നിൽ നിന്ന് അകറ്റണമെന്നും അവൻ അവിടെ നിന്ന് തീരുമാനിച്ചു. പിന്നീട് അവള് ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അവനെ കാണാതിരിക്കാൻ അവൾക്കാവാത്തത് കൊണ്ടാണ് അമ്പലത്തിലേക്കാണ് എന്നും പറഞ്ഞ് അവനെ കാണാൻ അവൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് ചെന്നത്. അവനാണെങ്കിൽ അവളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ. കണ്ടതും അനന്തു വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ പാടെ അനന്തു ഒടിഞ്ഞു വീഴാറായ കട്ടിലിൽ ചെന്നിരുന്നു. ആരും കാണാതെ കരയണമെന്നുണ്ടവന്. പക്ഷേ ആ ചെറിയ റൂമിന് ഒരു വാതിൽ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവൻ്റെ കരച്ചിൽ കടിച്ചമർത്തി ഉള്ളിൽ ആർത്ത് കരഞ്ഞു. തനിക്ക് അവളെ ജീവനായിരുന്നു, തൻ്റെ പ്രാണനായിരുന്നു. പക്ഷേ ഒരു നല്ല ജോലി ഇല്ലാത്തത് കൊണ്ട് തനിക്ക് അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ കൂടെ താനുണ്ടാവും എന്നവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടും ആ വാക്ക് തനിക്ക് പാലിക്കാനായില്ല. തൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ് തുളുമ്പുന്ന ജീവിതത്തിലേക്ക് അവൾ കൂടെ വന്ന അവളുടെ നല്ല ഭാവി താൻ കാരണം നശിക്കും എന്നോർത്തപ്പോൾ അവന് തെല്ലാശ്വാസം തോന്നി. അവളും താനും ചിലവിട്ട നിമിഷങ്ങൾ അവൻ്റെ മുന്നിലൂടെ ഇന്നലെ കഴിഞ്ഞതുപോലെ കടന്നുപോയി.
എല്ലാം ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഏട്ടാ എന്നും വിളിച്ച് അവൻ്റെ അനുജത്തി റൂമിലേക്ക് കയറി വന്നു. അവളെ കണ്ടതും അവൻ കണ്ണുകൾ അവള് കാണാതെ തുടച്ചു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അനുജത്തിയായ പ്രിയയ്ക്ക് അവൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്തു പറ്റിയേട്ടാ? പ്രിയ ചോദിച്ചു. ഏയ് ഒന്നില്ല മോളെ, നീ അമ്മയ്ക്കും അച്ഛനും മരുന്ന് കൊടുത്തോ എന്നവൻ അവളോട് ചോദിച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആ അതൊക്കെ കൊടുത്തു ഏട്ടാ. എൻ്റെ ഏട്ടന് എന്താ പറ്റിയത് എന്നും ചോദിച്ച് അവൾ അവനെ നേരെ തിരിഞ്ഞു നിന്നു. അവൾക്ക് മുന്നിൽ അവൻ്റെ സങ്കടം മറച്ചു പിടിക്കാനായില്ല. അവളുടെ തോളിലേക്ക് ചാഞ്ഞവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ എന്താ എൻ്റെ ഏട്ടന് എന്നും ചോദിച്ച് പ്രിയ അവൻ്റെ മുഖം ഉയർത്തി. അവൻ ഇതുവരെ കരഞ്ഞവൾ കണ്ടിട്ടില്ല. എന്തും നേരിടാനുള്ള ശക്തി അവനുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കും താങ്ങാൻ പറ്റാത്ത എന്തോ കാര്യം നടന്നിട്ടുണ്ട് എന്നവൾക്കുറപ്പായി. എന്താ ഏട്ടാ എന്നവൾ വീണ്ടും ചോദിച്ചു. പ്രിയ മോളെ, ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിച്ചതായിരുന്നു. പക്ഷേ അവൾ സന്തോഷമായി ഇരിക്കാൻ ഞാൻ അവളെ വിട്ടുകൊടുക്കുകയാണ്. എനിക്ക് അവൾ എൻ്റെ കൂടെ കൂട്ടണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും എല്ലാം ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക? എല്ലാം സഹിക്കാനും പൊരുത്തപ്പെടാനും അവൾ തയ്യാറാണെങ്കിലും അവളുടെ വീട്ടുകാർക്ക് അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ആഗ്രഹം. അത് ഞാനായിട്ട് ഇല്ലാതാക്കാൻ പാടില്ല. അവൾ ജീവിക്കട്ടെ, ലോകത്തെവിടെയാണെങ്കിലും സന്തോഷമായിട്ട്. എനിക്ക് അത് മതി. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് തന്നെ തലവെച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അത് ആതിരയെക്കുറിച്ചാവും എന്നവൾക്കുറപ്പായിരുന്നു. അവൻ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ച പെണ്ണ് അവൾ മാത്രമായിരുന്നു. രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി തന്നെയാണ് പ്രണയിച്ചിരുന്നത്. പക്ഷേ വിധി, അതിനു മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായതേട്ടാ? അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ തലപൊക്കി അവൾക്കുള്ള മറുപടി കൊടുത്തു. അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു. ജോലിയില്ലാത്തത് കൊണ്ട് എനിക്ക് അവളെ നഷ്ടമായി, എന്നേക്കുമായി. ഞാൻ ജോലിയും കൂലിയും ഇല്ലാത്തവനല്ലേ. എനിക്ക് ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും സമ്പാദ്യമായി ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ അവളുടെ വീട്ടുകാർ രണ്ടായി പിളർന്നു പ്രിയമോളെ. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നിരുന്നാലും ഇനി ഇവിടെ നിൽക്കാൻ എനിക്കാവില്ല. അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടി കൊല്ലും. അതുകൊണ്ട് നാളെ ഞാൻ ഇവിടെ നിന്ന് പോവും. അവളുടെ വിവാഹം മറ്റന്നാളാണ്. ഒരു പക്ഷേ ഞാൻ ഇവിടം വിട്ടു പോയില്ല എങ്കിൽ അവള് എന്നെ വീണ്ടും തേടിയെത്തും. അതിനു മുന്നേ എനിക്ക് ഇവിടെ നിന്ന് പോവണം. എന്നോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏട്ടൻ വിഷമിക്കരുത്. എല്ലാം നല്ലതിന് വേണ്ടിയാവും. ഒരു പക്ഷേ ആതിര ചേച്ചി എല്ലാം ഉപേക്ഷിച്ച് ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ വന്നാൽ അവരെ നല്ല രീതിയിൽ എൻ്റെ ഏട്ടന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഏട്ടന് അതും ഒരു വിഷമമായി മാറും. ഇതാവുമ്പോൾ ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാലോ. അത് പോരെ ഏട്ടാ, നമ്മൾക്കൊന്നും സ്നേഹിക്കാനുള്ള അർഹതയില്ല. കാരണം നമ്മൾ ദരിദ്രരല്ലേ. നമുക്ക് ഇതൊന്നും പിറന്നതല്ല. എൻ്റെ ഏട്ടന് നല്ലത് മാത്രമേ വരൂ. ആരെയും വിഷമിപ്പിക്കാത്ത മനസ്സാണ് എൻ്റെ ഏട്ടനുള്ളത്. ഈശ്വരൻ അതൊന്നും കാണാതിരിക്കില്ല എന്നും പറഞ്ഞ് കണ്ണുകളിൽ തളം കെട്ടിയൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു മാറ്റി അവള് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവള് പറഞ്ഞതാണ് ശരിയെന്ന് അവനും തോന്നി. നല്ല രീതിയിൽ ജീവിക്കുന്ന അവളെ താൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിടാൻ പാടില്ല എന്നവൻ ഓർത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ ചെന്നൈയിലേക്ക് പോവാൻ തയ്യാറായി. നല്ലത് എന്ന് പറയാനുള്ള 2 ഷർട്ട് മാത്രം ഒരു തുണി ബാഗിൽ ഇട്ടുകൊണ്ട് അവൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പ്രിയമോളെ, ഉറങ്ങിക്കിടക്കുന്ന അവളെ അവൻ തട്ടി വിളിച്ചു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ അവനെ നോക്കി. എന്താ ഏട്ടാ? മോളെ, ഞാൻ പോവുകയാണ്. അച്ഛനെയും അമ്മയെയും നീ നല്ലതുപോലെ നോക്കണം. അവർക്കുള്ള മരുന്ന് നീ മുടക്കം വരുത്താതെ കൊടുക്കണം. അവിടെ എത്തിയാൽ ഉടനെ ഞാൻ വിളിക്കാം. ജോലി ശരിയായാൽ ഉടനെ പണം അയക്കാം. പിന്നെ ഏട്ടനെ പോലെ ആവരുത് നീ. നല്ലതുപോലെ പഠിക്കണം, നല്ല ജോലി വാങ്ങണം എന്നും പറഞ്ഞ് അവൻ അവളെ നെഞ്ചോട് ചേർത്തു. അപ്പോഴേക്കും അവള് കരയാൻ തുടങ്ങിയിരുന്നു. ഏട്ടൻ പോയാൽ പിന്നെ എനിക്ക് ആരാ
ഉപേക്ഷിച്ച് പോവുകയല്ല മോളെ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ എനിക്കിവിടെ വിട്ടു പോയേ മതിയാവൂ. എൻ്റെ മനസ്സ് ഒന്ന് ശരിയായാൽ ഞാൻ മടങ്ങി വരും എന്നും പറഞ്ഞ് അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു. മിണ്ടാനും അനങ്ങാനും അവർക്ക് ആവില്ല എങ്കിലും അവൻ അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയപ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞ് ഒഴുകിയിരുന്നു. ഒരു പക്ഷേ അവർക്കും ചിലതൊക്കെ മനസ്സിലായിരിക്കാം. ചെന്നൈ ലക്ഷ്യമിട്ട് അവൻ ട്രെയിനിൽ കയറി. ട്രെയിൻ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. എവിടെ പോവണമെന്നും ആരെ കാണണമെന്നും അറിയാതെ അവളുടെ ഓർമ്മകളുമായി അവൻ ട്രെയിനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതേ സമയം ആതിര അവനെ ഓർത്ത് കരയുകയാണ്. എന്തിനാടി നീ കിടന്ന് മൂങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ എന്നവളുടെ മൂത്തേട്ടൻ അവളോട് ചോദിച്ചപ്പോൾ, ചത്ത് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് കാറുമോ എന്ന് രണ്ടാമത്തെ ഏട്ടൻ ഏറ്റുപിടിച്ചു. കിടന്നു മോങ്ങണ്ട, നിനക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു സർക്കാർ ജോലിക്കാരനെയാ. അതിൽ സന്തോഷിക്കുകയല്ലാതെ ഇങ്ങനെ കരഞ്ഞിരിക്കാൻ നിനക്ക് നാണമില്ലേ എന്നവളുടെ മൂത്തേട്ടൻ ചോദിച്ചു. അവളൊന്നും തന്നെ പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. അവളുടെ സന്തോഷം ആരും ആഗ്രഹിച്ചില്ല. എല്ലാവർക്കും അവരുടെ നിലയും വിലയും മാത്രമാണ് വലുത് എന്നവൾ മനസ്സിലാക്കി. അവൻ തൻ്റെ ജീവിതത്തിലില്ലാതെ തനിക്കൊരു ജീവിതം വേണ്ട എന്നവൾ തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അവനെ കണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും കൂടെ ജീവിക്കാൻ തയ്യാറാണെന്നും തന്നെ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് പറയാൻ അവൾ തീരുമാനിച്ചു. വീടിൻ്റെ പുറത്തിറങ്ങാൻ ഒരിക്കലും അവളുടെ ഏട്ടന്മാരും അച്ഛനും സമ്മതിക്കില്ല. അമ്പലം എന്ന് പറഞ്ഞാൽ അവർ സമ്മതം തരും എന്നവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലേക്കാണ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ഒരു ഓട്ടോ പിടിച്ച് അവൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ വീട്ടിലേക്കെത്തിയപ്പോൾ പ്രിയ എല്ലാ ജോലിയും തീർത്ത് കോളേജിലേക്ക് പോവാനുള്ള തത്രപ്പാടിലായിരുന്നു. അവളെ കണ്ടതും പ്രിയയ്ക്ക് ആളെ മനസ്സിലായി. ഒരിക്കൽ അനന്തു അവൾ കാണാതെ ആതിരയെ അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അവളെ കണ്ടതും രണ്ട് കൈകളും ഉടുത്തിരുന്ന പിന്നിയ ചുരിദാർ ടോപ്പിൽ തുടച്ചുകൊണ്ട് പ്രിയ അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ആതിര, ആനന്ദുവിനെ കാണാൻ വന്നതായിരുന്നു. അവളെ കണ്ടതും ആതിര പറഞ്ഞു. അത് അനന്തുവേട്ടൻ ഇവിടെയില്ല, എവിടെ പോയി എന്ന് ആതിര ചോദിച്ചപ്പോൾ പ്രിയ മനസ്സില്ലാ മനസ്സോടെ ആതിരയോട് പറഞ്ഞു, ഏട്ടൻ ഇവിടെ നിന്ന് പോയി. ചേച്ചിയുടെയും ഏട്ടൻ്റെയും കാര്യം എനിക്കറിയാം. ഏട്ടൻ എല്ലാം എന്നോട് പറയാറുണ്ടായിരുന്നു. ഏട്ടന് ഇവിടെ നിൽക്കാനാവില്ല ചേച്ചി. ചേച്ചി ഉപേക്ഷിച്ചു പോയതിൽ എൻ്റെ ഏട്ടന് നല്ല വിഷമമുണ്ട്. പക്ഷെ കണ്ടില്ല ചേച്ചി ഞങ്ങളുടെ അവസ്ഥ. മാത്രവുമല്ല ചേച്ചിയുടെ വീട്ടുകാർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടൻ ചേച്ചിയെ മറക്കാൻ ഇവിടെ നിന്ന് പോയി. ചേച്ചിക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതൊരിക്കലും എൻ്റെ ഏട്ടൻ്റെ കൂടെ വന്നിട്ട് ഇല്ലാതാവരുത് എന്ന് വിചാരിച്ചിട്ടാ എൻ്റെ ഏട്ടൻ ചേച്ചിയെ ഉപേക്ഷിക്കാൻ തയ്യാറായത്. എൻ്റെ ഏട്ടന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആർക്കും ചേച്ചിയെ വിട്ടുകൊടുക്കാതെ എൻ്റെ ഏട്ടൻ ചേർത്ത് പിടിച്ചേനെ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇരുവരുടെയും മിഴികൾ ഒഴുകി തുടങ്ങിയിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അവളുടെ ശരീരം മുഴുവൻ വിയർക്കാൻ തുടങ്ങി. അവളുടെ കൈകളും കാലുകളും വിറക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അനന്തുവേട്ടൻ കൂടെയില്ലാത്ത ഒരു ജീവിതം തനിക്ക് വേണ്ട എന്നവൾ മനസ്സിൽ കുറിച്ചു. തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അനന്തുവിൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ അവളുടെ അച്ഛൻ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. കയറ് എന്നും പറഞ്ഞ് അവൾക്ക് നേരെ അവളുടെ അച്ഛൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ അതിൽ കയറിയിരുന്നു. കാർ ചലിച്ചു തുടങ്ങി. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കാർ ചെന്ന് നിന്നു. അവളുടെ അച്ഛൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് അവളുടെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു. ഇറങ്ങു മോളെ. അവൾ പതിയെ പുറത്തേക്കിറങ്ങി. മോളെ, നിനക്കവനെ മറക്കാനാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. നീ അമ്പലത്തിലേക്കല്ല അവിടേക്ക് തന്നെയാ പോവുകയെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ പിറകെ വന്നതും. നീ ഒന്ന് ആലോചിച്ചു നോക്കുമോളെ, അവൻ്റെ സ്ഥിതി എത്രത്തോളം മോശമാണെന്ന്. അവനൊരിക്കലും നിന്നെ നല്ലപോലെ നോക്കാൻ സാധിക്കില്ല. എൻ്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ അച്ഛനും പിന്നെ ജീവിച്ചിരിക്കില്ല. എൻ്റെ മോള് കാരണം നമ്മുടെ കുടുംബം അനാഥയാക്കരുത് എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ ആതിരയുടെ കാലിലേക്ക് വീണു. അച്ഛ, അങ്ങനെയൊന്നും പറയല്ലേ.
എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എങ്കിൽ ഈ അച്ഛന് വാക്ക് താ, അച്ഛൻ ഉറപ്പിച്ച വിവാഹം കഴിച്ച് എൻ്റെ മോള് അവൻ്റെ കൂടെ ജീവിക്കാമെന്ന് എന്നും പറഞ്ഞ് അച്ഛൻ അവൾക്ക് നേരെ കൈ കാണിച്ചു കൊടുത്തു. എല്ലാം അവസാനിച്ചു. ഇനി അയാൾക്ക് നേരെ കഴുത്തി നീട്ടിക്കൊടുക്കാതെ വേറെ വഴിയില്ല എന്നവൾ മനസ്സിലാക്കി. അവളുടെ അച്ഛന് അവൾ വാക്കുകൊടുത്തു. അങ്ങനെ ആതിരയുടെ വിവാഹ ദിവസം വന്നെത്തി. ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്നവൾ ആശിച്ചു. അവളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് അവൾ അയാൾക്ക് കഴുത്ത് നീട്ടിക്കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം അനന്തു ചെന്നൈയിലെത്തി. ഒരുപാട് ആളുകൾ കുത്തിനിറഞ്ഞ് ജീവിക്കുന്ന ഒരു നഗരം. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവനറിയില്ല. പരിചയമില്ലാത്ത ഭാഷയും ആളുകളും. എങ്ങനെ ഒരു ജോലി കണ്ടെത്തും, എവിടെ താമസിക്കും എന്നവനൊരെത്തും പിടിയുമില്ലായിരുന്നു. മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ മാത്രം ബാക്കിയായി. വിശക്കാൻ തുടങ്ങിയപ്പോൾ അവനൊരു ചായ കുടിക്കാനായി ഒരു തട്ടുകട ലക്ഷ്യമിട്ട് നടന്നു. അവിടെ ചെന്ന് ചായ നോക്കിക്കൊണ്ട് അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ കടയിലെ ആൾ അവനൊരു ചായ കൊടുത്തു. നീ അരിമാവ് അരച്ചു വെച്ചോ എന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ അനന്തു അവിടേക്ക് നോക്കി. കടക്കാരൻ മലയാളിയാണെന്ന് അവന് മനസ്സിലായി. ഏട്ടൻ മലയാളിയാണോ എന്നവൻ അയാളോട് ചോദിച്ചു. അതെ എന്നയാൾ മറുപടി നൽകി. 60 വയസ്സോട് അടുത്ത് പ്രായം തോന്നുന്ന ഒരു മനുഷ്യൻ. അയാൾ മുഖേന തനിക്കൊരു ജോലി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ചേട്ടാ, ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ. എനിക്കിവിടെ ആരെയും പരിചയമില്ല, ഭാഷയും അറിയില്ല. എന്നെ സഹായിക്കാമോ എന്നവൻ അയാളോട് ചോദിച്ചു. എനിക്ക് ജോലി കിട്ടുന്ന സ്ഥലമൊന്നും അറിയില്ല. നേരം സന്ധ്യ ആയില്ലേ. ഇനിയിപ്പോൾ താമസിക്കാൻ ഒരിടം കണ്ടെത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നിവിടെ നിന്നോളൂ എന്നയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് തെല്ല് സമാധാനമായി. രാത്രിയുടെ ഇരുട്ട് നോക്കി അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കടക്കാരൻ വന്ന് അവനെ തട്ടി വിളിക്കുന്നത്. തൻ്റെ പേരെന്താ, നാട്ടിലെവിടെയാ എന്നയാൾ ചോദിച്ചു. എൻ്റെ പേര് അനന്തു, വീട് പാലക്കാടാണ്. എൻ്റെ പേര് ദിവാകരൻ, കൂടെയുള്ളത് എൻ്റെ മകൾ ദേവു. ഞങ്ങൾ നാട്ടിൽ തൃശ്ശൂരിലായിരുന്നു. അവളുടെ അമ്മ മരിച്ചപ്പോൾ പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. പിന്നെ ഇവിടേക്ക് വന്നു. എങ്കിൽ വരൂ, നമുക്ക് കഞ്ഞി കുടിക്കാം എന്നും പറഞ്ഞ് ദിവാകരൻ ചേട്ടൻ അവനെ 2 മുറിയും ഒരു അടുക്കളയും ഒരു സിറ്റ് ഔട്ടുമുള്ള വീടിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു കലത്തിൽ നിന്ന് 3 പിഞ്ഞാണത്തിലേക്ക് ദേവു കഞ്ഞി വിളമ്പി. അവർ 3 പേരും കഞ്ഞി കുടിച്ച് ഉറങ്ങാനായി നടന്നു. അവൻ സിറ്റ് ഔട്ടിൽ കിടന്നോളാം എന്നും പറഞ്ഞ് അവൻ അവിടെ പോയി കിടന്നു. എന്നും രാവിലെ 4 മണിയോടെ അനന്തു എഴുന്നേറ്റ് ശീലമുള്ളത് കൊണ്ട് തന്നെ അന്നും അവൻ ആ സമയമായപ്പോൾ തന്നെ എഴുന്നേറ്റു. അവൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ ദേവു പശുവിൻ്റെ അടുത്തിരുന്ന് പാൽ കറക്കുകയായിരുന്നു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് താൻ കറന്നു തരാമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, ഇതെല്ലാം എനിക്ക് ശീലമാണ്, നിങ്ങൾ പോയി കിടന്നോളൂ എന്നവൾ പറഞ്ഞു. ഏയ്, അത് ശരിയാവില്ല, താൻ മാറി നിൽക്ക്, ഞാൻ ചെയ്തു തരാം, താൻ പോയി മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തോളൂ എന്നവൻ പറഞ്ഞപ്പോൾ അവൾ അവന് വഴിമാറിക്കൊടുത്തു. അവൻ അവളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി പാൽ കറക്കാൻ തുടങ്ങി. ദേവു കടയിലേക്കുള്ള മറ്റു പലഹാരങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. നേരം പുലർന്നുകൊണ്ടിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ദിവാകരൻ ചേട്ടൻ പുറത്തേക്ക് നടന്നു. ചെറിയ തട്ടുകടയാണ് അവർക്കുള്ളത്. വലിയ തോതിലുള്ള കച്ചവടമൊന്നും അവർക്ക് കിട്ടാറില്ല. എങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള ഒരു 300 രൂപ അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി അച്ഛനും മോളും എന്നും ശ്രമിക്കാറുണ്ട്. ദിവാകരൻ ചേട്ടൻ എന്നും വരുന്ന സമയം കഴിഞ്ഞതുകൊണ്ട് ദേവുവിന് ഒറ്റയ്ക്ക് കടയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനും മറ്റു കടകളെ അപേക്ഷിച്ച് അവിടെ ചായയ്ക്ക് വിലക്കുറവായതുകൊണ്ട് അവിടേക്ക് ചായ കുടിക്കാൻ വരുന്നവർക്ക് ചായ ഉണ്ടാക്കലും എല്ലാം കൂടെ അവൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അപ്പുറത്തിരിക്കുന്ന അനന്തുവിന് മനസ്സിലായി. അവൻ വേഗം ചെന്ന് അവിടെ ചായയ്ക്ക് വരുന്ന ആളുകൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നേരം 10 മണി കഴിഞ്ഞിട്ടും ദിവാകരൻ ചേട്ടൻ വരുന്നത് കണ്ടില്ല. അച്ഛൻ ഇതുവരെ വന്നില്ല, എൻ്റെ കൂടെ അച്ഛനെ ഒന്ന് നോക്കാൻ വരാമോ എന്ന് ദേവു അവനോട് ചോദിച്ചു. അതിനെന്താ, വരാമെന്നും പറഞ്ഞ് അവർ കട പൂട്ടി ഇറങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസ് അവരുടെ കടയ്ക്ക് മുന്നിൽ വന്ന് നിർത്തിയത്. അതിൽ നിന്ന് ദിവാകരൻ ചേട്ടൻ്റെ ഡെഡ് ബോഡി ഇറക്കി കടയുടെ അപ്പുറത്ത് തന്നെയുള്ള അവരുടെ വീടിൻ്റെ തിണ്ടിൽ കൊണ്ട് കിടത്തി. അച്ഛാ
എന്നും വിളിച്ച് ദേവു ദിവാകരൻ ചേട്ടൻ്റെ ചലനമറ്റ ശരീരത്തിലേക്ക് വീണു. അവൾ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. സാധനങ്ങളെല്ലാം വാങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദിവാകരൻ ചേട്ടനൊരു നെഞ്ചുവേദന വന്നു. ഉടനെ ഞങ്ങളെല്ലാവരും കൂടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്ന് ദിവാകരൻ ചേട്ടൻ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങാറുള്ള കടയിലെ കടക്കാരൻ അനന്തുവിനോട് പറഞ്ഞു. അയാളും ഒരു മലയാളിയായിരുന്നു. ദിവാകരൻ ചേട്ടൻ്റെ വീട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ടെത്തിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ ഒരുപാട് അലഞ്ഞു തിരിയേണ്ടി വന്നേനെ എന്നും പറഞ്ഞ് അയാളും ആംബുലൻസ് ഡ്രൈവറും അവിടെ നിന്ന് പോയി. ദിവാകരൻ ചേട്ടൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. അവൻ ജോലി തേടി പോവണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അതിനു മുന്നേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനി എന്തു ചെയ്യും എന്നവൻ ഓർത്തു. ദേവുവിനെ ഓർത്തപ്പോൾ അവൻ അവളെ ഉപേക്ഷിച്ചു പോവാൻ സാധിച്ചില്ല. അവളുടെ മുഖം കാണുമ്പോഴെല്ലാം അവന് പ്രിയയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കഴിയാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ദേവു എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൻ എഴുന്നേറ്റ് അവൾ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്തു വെച്ചിരുന്നു. അവൾ എഴുന്നേറ്റപ്പോൾ അവളോട് പോയി കുറച്ചു നേരം അവിടെ വിശ്രമിക്കാൻ പറഞ്ഞു. പണ്ടമ്മ ഉണ്ടാക്കാറുള്ള പലഹാരങ്ങൾ അടുക്കളയിൽ ഇരുന്ന് കാണാറുണ്ടായിരുന്നു അനന്തു. ആ രുചിക്കൂട്ടെല്ലാം അവൻ പകർത്തി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അതെല്ലാം തട്ടുകടയിൽ കൊണ്ടുവച്ചു. സ്ഥിരം വരുന്ന ആളുകളെല്ലാം വന്ന് ചായ കുടിച്ചു, കൂടെ അവൻ്റെ പലഹാരങ്ങളും. ഉച്ചയോടടുത്ത് ദേവുവിൻ്റെ കരച്ചിൽ വീടിനുള്ളിൽ നിന്ന് അനന്തു കേട്ടു. കൂടെ ഹിന്ദിയിൽ കുറേ പേരുടെ ബഹളവും അവൻ കേട്ടു. അവൻ പതുക്കെ അകത്തേക്ക് കയറി. 2-3 ഹിന്ദിക്കാർ വീടിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവൻ കണ്ടു. എന്തു പറ്റി ദേവു എന്ന് ചോദിച്ച് അവൻ അകത്തേക്ക് കയറി. അവനെ കണ്ടതും അവൾ മുഖം പൊത്തിക്കരഞ്ഞു. എന്തിനാ കരയുന്നത് എന്നവൻ വീണ്ടും അവളോട് ചോദിച്ചു. അച്ഛൻ അവരുടെ കയ്യിൽ നിന്ന് പണം പലിശക്കെടുത്തിരുന്നു. അച്ഛൻ മരിച്ചതറിഞ്ഞ് പണം ചോദിക്കാൻ വന്നത് അവർ. 2 ആഴ്ചയ്ക്കുള്ളിൽ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ എന്നെ അവർ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. കരയാതിരിക്കൂ ദേവു, നമുക്കെന്തെങ്കിലും മാർഗം കാണാം എന്നും പറഞ്ഞ് അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. എന്നും രാവിലെ എഴുന്നേറ്റ് അവൻ കടയിലേക്കുള്ള പലഹാരങ്ങൾ തയ്യാറാക്കും. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി മാറിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ അവൻ്റെ പലഹാരം വലിയ രീതിയിൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. അവരുടെ കച്ചവടവും വരുമാനവും കൂടാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെ അവർക്ക് കൂടുതൽ കൂടുതൽ പണം ലഭിച്ചു തുടങ്ങി. അങ്ങനെ ദിവാകരൻ ചേട്ടൻ്റെ കടങ്ങൾ അനന്തു വീട്ടി. ഇതിനിടയിൽ അനന്തു അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ജോലിയുടെയും ദിവാകരൻ ചേട്ടൻ്റെയും ദേവുവിൻ്റെയും കാര്യം അവൻ പ്രിയയെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവളും സന്തോഷവതിയായി. അവൻ വീട്ടിലേക്ക് പണം അയക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും മെച്ചപ്പെടാൻ തുടങ്ങി. പ്രിയയെ അവൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു. തട്ടുകട ഹോട്ടലായി അനന്തു മാറ്റി. അവൻ്റെയും ദേവുവിൻ്റെയും ജീവിതം നല്ല പോലെ മെച്ചപ്പെട്ടു വന്നു. 3 മാസം കൊണ്ട് അവൻ നന്നായി പടർന്നു പന്തലിച്ചു. ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ അവൻ്റെ ഹോട്ടലിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അതിലൊരാൾ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് അവളോട് അപമര്യാദയായി പെരുമാറുന്നതാണ് അവൻ കണ്ടത്. അവൻ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് ഒരു ചവിട്ടി കൊടുത്തു. പിന്നീട് അവൻ അവരെയെല്ലാം നല്ല പോലെ പൂശി. അതിലൊരുത്തൻ അടികൊണ്ടിടത്ത് നിന്ന് എഴുന്നേറ്റ് അവന് നേരെ വന്നുകൊണ്ട് ചോദിച്ചു, ഇവൾ ആരാടാ നിന്റെ കെട്ടിയോളൊന്നുമല്ലല്ലോ ഇങ്ങനെ കിടന്ന് അടിയുണ്ടാക്കാൻ എന്നും ചോദിച്ച് അവരെല്ലാവരും കൂട്ടത്തോടെ അവിടെ നിന്നുപോയി. ആ ചോദ്യം എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു, പ്രത്യേകിച്ച് അനന്തുവിനെ. അവൻ അപ്പോൾ തന്നെ ദേവുവിനെ ഹോസ്റ്റലിലാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ തുടങ്ങി. അതുകണ്ട് അവരുടെ ജോലിക്കാരനും അനന്തുവിൻ്റെ വലങ്കൈയുമായ ഭാസ്കരൻ ചേട്ടൻ അവനോട് പറഞ്ഞു, എടാ മോനെ, നീ എന്ത് കണ്ടിട്ടാ അവളെ ഹോസ്റ്റലിലാക്കാൻ പോകുന്നത്? അവൾക്കും നിനക്കും എന്നായാലൊരു കൂട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ഭാസ്കരൻ ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ അവളെ അങ്ങനെയല്ല കണ്ടത്, ഒരനിയത്തിയെ പോലെയാണ് എന്നവൻ പറഞ്ഞു. അനിയത്തിയെ പോലെയല്ലേടാ, നീ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താൽ ആ കുട്ടിയും രക്ഷപ്പെടും. നീ അവളെ സ്വീകരിക്കണം മോനെ എന്ന് ഭാസ്കരൻ ചേട്ടൻ അവനോട് പറഞ്ഞപ്പോൾ, ഇല്ല, എനിക്കതിനാവില്ല. ഒരു കുടുംബജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ പൊന്നു കുട്ടിയെ, അവളൊരു അനാഥ കുട്ടിയാണ്, ആരുമില്ലാത്തവൾ.
നീ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുമോനെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് തവണ അത് എതിർത്തു. എങ്കിലും അയാളുടെ നിർബന്ധം അവനെ സമ്മതമാണ് എന്ന് പറയിപ്പിച്ചു. അവൻ്റെ മനസ്സിൽ നിന്ന് ആതിര പൂർണ്ണമായി മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ ദേവുമായുള്ള വിവാഹം എതിർത്തത്. അങ്ങനെ ഭാസ്കരൻ ചേട്ടൻ വിവാഹക്കാര്യം ദേവുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. എന്താ ചേട്ടാ ഈ പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ അങ്ങനെയൊന്നും... അവൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നല്ലേ? എന്നാൽ ഇനി മുതൽ അവനിനി അങ്ങനെ കണ്ടു തുടങ്ങണം. ഇല്ലെങ്കിൽ ആളുകൾ ഇനി പലതും പറഞ്ഞു പരത്തും. നിനക്കൊരു കൂട്ട് ഇപ്പോൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഭാസ്കരൻ ചേട്ടൻ നല്ലൊരു മുഹൂർത്തം കണ്ട് ദേവുവിനെയും അനന്തുവിനെയും അറിയിച്ചു. അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോഴെല്ലാം ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് അവരുടെ രണ്ടുപേരുടെയും ഉള്ളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് കഴിയുന്നതും അവളുടെ മുന്നിലൂടെ പോകുന്ന അവസരങ്ങൾ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കുന്ന കാര്യമായിരുന്നില്ല. അവൻ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പ്രിയയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അവൾക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷേ പ്രിയമോളെ, ഞാൻ ഒരിക്കലും അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിന്നെപ്പോലെയാ എനിക്കവളും. മാത്രവുമല്ല, എനിക്കിപ്പോഴും ആദിയെ മറക്കാൻ സാധിച്ചിട്ടില്ല. ഇനി സാധിക്കുമോ എന്നറിയുകയുമില്ല. ഞാൻ ആ കുട്ടിയുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കണോ മോളെ? എന്താ എൻ്റെ ഏട്ടൻ പറയുന്നത്? ആദി ചേച്ചി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാവും. എൻ്റെ ഏട്ടനും നല്ലൊരു വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം എന്ന് തന്നെയാവും ചേച്ചിയുടെയും ആഗ്രഹം. മോളെ, എൻ്റെ ഏട്ടൻ ഒന്നും പറയണ്ട. ദേവി ചേച്ചി ഒരു അനാഥക്കുട്ടിയല്ലേ? ആ ചേച്ചിക്ക് ഏട്ടനൊരു ജീവിതം കൊടുത്താൽ അതിനപ്പുറം എൻ്റെ ഏട്ടന് ഒരു പുണ്യം ലഭിക്കാനില്ല. ഏട്ടനെ കാണാൻ കൊതിയാവുന്നുണ്ട്. ചേച്ചിയും കൂട്ടി ഏട്ടൻ ഇങ്ങോട്ടേക്ക് വായോ എന്ന് പ്രിയ പറഞ്ഞപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. അവരുടെ വിവാഹത്തിന് ഒരു മാസക്കാലമുണ്ട്. ഒരു ദിവസം രാവിലെ പ്രിയ അനന്തുവിനെ ഫോണിൽ വിളിച്ചു. ഏട്ടൻ വേഗം വീട്ടിലേക്ക് വരാമോ? എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവൾ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. അവളുടെ സ്വരം ഇടറുന്നത് അവൻ അറിയുന്നുണ്ട്. അവൻ നാട്ടിലേക്ക് പോവാൻ ഒരുങ്ങിയപ്പോൾ ഭാസ്കരൻ ചേട്ടൻ ദേവുവിനെയും അവൻ്റെ കൂടെ അയച്ചു. ട്രെയിനിൽ അവൻ അവളെയും കൊണ്ട് കയറി. രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നത്. എപ്പോഴോ ദേവു ഉറങ്ങി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അവനൊരു ചെറു പുഞ്ചിരിയോടെ അവളുടെ തലയിൽ പതിയെ തലോടി. അവൻ കുറച്ചു നേരം അവളുടെ കുഞ്ഞുമുഖം നോക്കിക്കൊണ്ടിരുന്നു. അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞതുപോലെ അവൾക്കൊരു കൂട്ടാവശ്യം തന്നെയാണ് എന്നവനും മനസ്സിലാക്കിയിരുന്നു. ആദിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന അവൻ പതിയെ പതിയെ ആതിരയുടെ സ്ഥാനം ദേവുവിന് കൊടുത്തു പോകുന്നുണ്ട് എന്നവൻ അറിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവു ഉണർന്നു. അവൻ്റെ തോളിൽ നിന്ന് പതിയെ തലയെടുത്ത് ക്ഷമിക്കണം എന്ന മുഖഭാവത്തോടെ അവനെ നോക്കി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തല അവൻ്റെ തോളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, കിടന്നോളൂ. ആ നിമിഷം അവളും ഒരാണിൻ്റെ തണലറിഞ്ഞു. അവളും ആഗ്രഹിച്ചിരുന്നു ഒരാണിൻ്റെ തണലും സംരക്ഷണവും. അവൾക്കറിയാം താൻ അനന്തുവിൻ്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കുമെന്ന്. കാരണം കുറച്ച് ദിവസത്തിൽ കൂടുതൽ അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിട്ടും ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളോടവൻ മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. അവൻ പതിയെ അവളുടെ കൈകൾ അവൻ്റെ കൈകളാൽ ചേർത്ത് പിടിച്ചപ്പോൾ അവളും ഒരു സംരക്ഷണ വലയം തനിക്കും ലഭിച്ചു എന്ന സന്തോഷത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ പതിയെ ആ കണ്ണുകളിലെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊടുത്തു. ദിവസങ്ങൾ നീണ്ട ആ ട്രെയിൻ യാത്ര അവരെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചിരുന്നു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ അവൻ്റെ വീട്ടിലേക്കെത്തി. ചോർന്നൊലിക്കുന്ന വീടിൻ്റെ സ്ഥാനത്ത് 2 നില വീട് ഉയർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനം വല്ലാതെ നിറഞ്ഞു. താൻ ആഗ്രഹിച്ച ആൾ തൻ്റെ കൂടെയില്ല എന്നൊഴിച്ചാൽ ഇന്നവൻ എല്ലാം നേടിയവനായി കഴിഞ്ഞിരുന്നു. അവരെ കണ്ടപാടെ പ്രിയ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അനന്തു അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും സന്തോഷത്താൽ കരയുന്നുണ്ടായിരുന്നു. എന്താ മോളെ, എന്തിനാ നീ വേഗം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് ഏട്ടൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. കൂടെ ദേവുവിനെയും. ദേ നോക്കേട്ടാ, കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏട്ടനെ കാണണമെന്നാ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വേഗം വരാൻ പറഞ്ഞത്.
അവൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. എല്ലാവരിലും ആ നിമിഷം ആനന്ദ കണ്ണുനീർ തളം കെട്ടി നിന്നു. മോനെ, ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എല്ലാം നീ നേടിയില്ലേ, ഇനി ഇവിടെ തന്നെ വേണം നീ. ഞങ്ങൾക്ക് നിൻ്റെയും പ്രിയയുടെയും വിവാഹം കാണാൻ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെയും നിൻ്റെയും വിവാഹം നടത്തണം. ഇനി താമസിച്ചാൽ ഞങ്ങൾക്കത് കാണാൻ ആയുസ്സുണ്ടായി എന്ന് വരില്ല. ശരി അച്ഛാ, പ്രിയയുടെ വിവാഹം ആദ്യം നടത്താം, എന്നിട്ട് മതി എൻ്റേത്. അല്ലടാ, ഒരു പന്തലിൽ കാണണം നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം. ശരി അച്ഛാ, അങ്ങനെയാണ് അച്ഛൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പിറ്റേ ദിവസം തന്നെ പ്രിയക്കുള്ള വിവാഹാലോചനകൾ അവൻ തുടങ്ങി. ഒടുവിൽ അവൾക്ക് അനുയോജ്യമായ വിവാഹം വന്നെത്തി. സ്കൂൾ മാഷായിരുന്നു വരൻ. അവളെ വന്ന് അവർ കണ്ടിഷ്ടപ്പെട്ടു. കല്യാണവും ഉറപ്പിച്ചു. അങ്ങനെ സന്തോഷത്താൽ ആ വീട് നിറഞ്ഞു. ഒരു ദിവസം രാവിലെ അനന്തു ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി. പ്രിയ മറ്റു പല ജോലികളിലും അകപ്പെട്ടു. ദേവു വീടടിച്ചു വരികയായിരുന്നു. അങ്ങനെ അവൾ അനന്തുവിൻ്റെ റൂമിലെത്തി. പെട്ടെന്ന് മുകളിൽ നിന്ന് എന്തോ താഴേക്ക് വീണു. അവൾ അതെടുത്തു നോക്കുമ്പോൾ അതിൽ നിറയെ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. ആ ചിത്രങ്ങളുടെ അടിയിലെല്ലാം അനന്തുവിൻ്റെ ആദി എന്ന് എഴുതി വെച്ചിരുന്നു. അവൾ ആ പുസ്തകമെല്ലാം മറിച്ചു നോക്കി. അതിൽ നിറയെ ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു. അപ്പോഴാണ് ആ റൂമിലേക്ക് പ്രിയ കയറി വരുന്നത്. അവൾ ആ പുസ്തകം മറിച്ചു നോക്കുന്നത് പ്രിയ കണ്ടു. ഇതാരാ പ്രിയ എന്നവൾ ചോദിച്ചപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയ ദേവുവിനോട് തുറന്നു പറഞ്ഞു. എൻ്റെ ഏട്ടൻ ആതിര ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയാ അന്ന് ചേച്ചിയെ ഉപേക്ഷിച്ചത്. അന്ന് എൻ്റെ ഏട്ടന് ഒന്നും ഉണ്ടായിരുന്നില്ല. ആതിര ചേച്ചിയെ ആത്മാർത്ഥമായായിരുന്നു എൻ്റെ ഏട്ടൻ പ്രണയിച്ചിരുന്നത്. പക്ഷേ ചേച്ചിയുടെ നല്ല ഭാവിക്ക് വേണ്ടി ഏട്ടൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തു എന്നും പറഞ്ഞ് പ്രിയ കണ്ണിലെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അത് കേട്ടപ്പോൾ ദേവു അവനെക്കുറിച്ചോർത്ത് അഭിമാനിച്ചു. പ്രാണൻ പോലെ സ്നേഹിച്ച പെണ്ണിൻ്റെ നന്മ ആഗ്രഹിച്ച് മറ്റൊരുത്തൻ അവളെ വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ സ്നേഹത്തിൽ കളങ്കമില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. അതോടെ അവനോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും കൂടെ അവൾക്ക് കൂടി. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിച്ചു. ആതിരയെക്കുറിച്ച് അനന്തു നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അവളുടെ വീട്ടുകാരെല്ലാം അവിടെ നിന്ന് ദുബായിലേക്ക് പോയി എന്നും ആതിര അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ച വീട്ടിൽ തന്നെ ആണെന്നും അറിഞ്ഞു. അവളെ കാണണമെന്ന് മനസ്സ് വെമ്പിയെങ്കിലും ഇപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് തനിക്കുണ്ട് എന്ന ബോധം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ സന്തോഷത്താൽ അവരുടെ വീട് ഒരു സ്വർഗമായി മാറി. ദേവുവും അനന്തുവും ചെന്നൈയിലേക്ക് പോയില്ല. ഒരു ദിവസം രാവിലെ അവരുടെ അമ്മ മരണപ്പെട്ടു. അതോടെ പ്രിയയുടെ മാത്രം വിവാഹം അനന്തു നടത്തി. അമ്മ മരിച്ച് 1 മാസം തികയും മുന്നേ അവരുടെ അച്ഛനും മരണപ്പെട്ടു. അവരുടെ മരണം കഴിഞ്ഞപ്പോൾ അനന്തുവും പ്രിയയും വല്ലാതെ തളർന്നുപോയി. 2 ആഴ്ച കഴിഞ്ഞ് പ്രിയയുടെ നിർബന്ധപ്രകാരം അനന്തു ദേവുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചെത്തി. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം പ്രിയയ്ക്കും അനന്തുവിനും ലഭിച്ചു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ദേവുവിന് നല്ല പനിയുണ്ടായിരുന്നു. 3 ദിവസം അവൾ അത് ആരോടും പറയാതെ കൊണ്ടു നടന്നു. 4-ാം ദിവസം അവൾ തലകറങ്ങി വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അവൾക്ക് മഞ്ഞപ്പിത്തമാണെന്നും നല്ല സീരിയസ് ആണെന്നും അവർ അറിഞ്ഞത്. അതറിഞ്ഞപ്പോൾ അനന്തുവിൻ്റെ നെഞ്ഞ് പിളർന്നു പോകുന്നത് പോലെ അവന് തോന്നി. അവളെ ഐസിയുവിലേക്ക് മാറ്റി. അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വേദനയിൽ നിന്ന് അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ അവൾ അനന്തുവിനെ കാണണം എന്നാവശ്യപ്പെട്ടു. അവൻ ഐസിയുവിൻ്റെ അകത്തേക്ക് കയറി അവളെ കണ്ടു. അനന്തുവേട്ടാ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ആതിര നല്ല രീതിയിൽ ജീവിക്കുന്നില്ല എന്നേട്ടൻ അറിഞ്ഞാൽ അവളെ സ്വീകരിക്കണം. എനിക്ക് പകരമായി അവളെ താലി ചാർത്തി കൂടെ കൂട്ടണം. എന്നെ ഇവിടെ അടക്കം ചെയ്യരുത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ എന്നെ അടക്കം ചെയ്യണം എന്നും പറഞ്ഞ് അവൾ അവസാന ശ്വാസം വലിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്ന് പിരിഞ്ഞു. ദേവു എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുവിൽ അവൾ അടക്കം ചെയ്യാൻ അവളുടെ ശരീരവും കൊണ്ട് അവൻ ചെന്നൈയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. പ്രിയയെ അവളുടെ പ്രാണന്റെ കൈകളിൽ ഏൽപ്പിച്ച് അവൻ ഇനി ഒരിക്കലും അവിടേക്ക് മടങ്ങി വരില്ല എന്ന് പ്രിയയോട് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ ആംബുലൻസിൽ കയറി. ചെന്നൈ ലക്ഷ്യമിട്ട് ആംബുലൻസ് കുതിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ചെന്നൈയിലെത്തി. അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ അവളെയും അടക്കം ചെയ്തു.
അങ്ങനെ നീണ്ട 5 വർഷങ്ങൾ കടന്നുപോയി. അവൻ വീണ്ടും അവൻ്റെ ചെന്നൈയിലെ ഹോട്ടൽ നടത്താൻ തുടങ്ങി. പഴയതിനേക്കാൾ ഏറെ ആളുകൾ അവൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സായി മാറിക്കൊണ്ടിരുന്നു. എന്തോന്ന് കൊച്ചേ, തിന്നങ്ങ് എണീറ്റ് പോവാണോ? ഈ ഹോട്ടലിൽ നിന്റെ തറവാട് വകയാണെന്ന് കരുതിയാണോ വയറ് നിറച്ചത്? മര്യാദയ്ക്ക് തിന്ന് തീർത്തതിൻ്റെ പണം വെച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അനന്തുവിൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മഹേഷ് ഭായിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് അനന്തു അവിടേക്ക് ചെന്ന് കാര്യം തിരക്കി. എൻ്റെ പൊന്നനന്തുഭായ്, ഈ കൊച്ചും അവളുടെ 2 മക്കളും മൂക്കുമുട്ട ഇവിടെ നിന്ന് തിന്നിട്ട് കയ്യിൽ പണമില്ല എന്നാ പറയുന്നത്. കണ്ടാൽ നല്ല വീട്ടിലെ തള്ളയും കൊച്ചുങ്ങളും, എന്നാലോ കയ്യിലിരിപ്പ് മഹാമോശവും എന്ന് പറഞ്ഞ് മഹേഷ് ഭായ് അവൾക്ക് നേരെ അടുക്കള ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. ദേ കൊച്ചേ, അപ്പുറത്താണ് അടുക്കള. അവിടെ നാളത്തേക്കുള്ള അരി ആട്ടാനുണ്ട്. അത് മുഴുവനും ആട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഭായ് അവൾക്ക് നേരെ ചീറി. അവള് തല താഴ്ത്തിക്കൊണ്ട് അടുക്കള ലക്ഷ്യമിട്ട് മഹേഷ് ഭായ്ക്കൊപ്പം നടന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലിരുത്തി. ശേഷം അവൾ അവളുടെ സാരിത്തുമ്പ് അരയിൽ കുത്തി. അപ്പോഴാണ് അനന്തു അവളുടെ മുഖം ശ്രദ്ധിക്കുന്നത്. അവൻ ഒരു നിമിഷം പകച്ചു നിന്നു. അതെ, അത് ആതിര തന്നെ എന്നവൻ്റെ മനസ്സ് മന്ത്രിച്ചു. മഹേഷ് ഭായ്, വേണ്ട, അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണ്ട എന്നവൻ വിളിച്ചു പറഞ്ഞു. തല താഴ്ത്തിക്കൊണ്ട് നിന്ന ആതിര അത് കേട്ടപ്പോൾ അവനെ ഒന്ന് തലപൊക്കി നോക്കി. അവനെ കണ്ടതും അവളും ഒന്ന് നെട്ടി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. തൻ്റെ മക്കളാണോ ഇത്? എന്നവളൊന്ന് മൂളി. അവളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായെങ്കിലും അവൾ പണ്ടത്തെ പോലെ ആയിരുന്നില്ല. അലസമായി പാറിക്കിടക്കുന്ന മുടികളും പകുതി കീറിയ സാരിയും അവളുടെ പണ്ടത്തെ സൗന്ദര്യത്തെ നശിപ്പിച്ചിരുന്നു. താനെന്താടോ ഇവിടെ? തൻ്റെ ഹസ്ബൻഡ് എവിടെ? ആ ചോദ്യം കേട്ടപ്പോൾ അവനെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. എടോ, താൻ കരയല്ലേ? ആദി, മക്കളെയും കൊണ്ടുവാ. അവർക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ഞങ്ങൾ കഴിച്ചതിനുള്ള പണം തരാൻ പോലും എൻ്റെ കയ്യിലില്ല. പണമൊന്നും തരണ്ട, ഇതെൻ്റെ സ്വന്തം ഹോട്ടലാണ്. താൻ വാ എന്നും പറഞ്ഞുകൊണ്ട് അനന്തു അവളുടെ 2 മക്കളെയും വാരിയെടുത്ത് ഹോട്ടലിൻ്റെ അകത്തേക്ക് നടന്നു. അവൻ അവർക്കുള്ള ഭക്ഷണവുമായി വന്നു. ആ 2 മക്കളും ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അവൻ ഏകദേശം മനസ്സിലായി. എന്താടോ പറ്റിയത് എന്നവൻ ആദിയോട് ചോദിച്ചു. ഇനി എന്ത് പറ്റാൻ അനന്തുവേട്ടാ? എനിക്കിനി ജീവിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ 2 മക്കളെ ആലോചിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനും തോന്നുന്നില്ല. ഞാൻ സുഖമായി ജീവിക്കുന്നത് കാണാനല്ലേ സർക്കാർ ഉദ്യോഗസ്ഥനായ അയാൾക്ക് അനന്തുവേട്ടൻ എന്നെ വിട്ടുകൊടുത്തത്. ഇപ്പോൾ എൻ്റെ സുഖം കണ്ടില്ലേ അനന്തുവേട്ടാ? അയാള് തികച്ചും ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ ജീവിതം അനന്തുവേട്ടനിൽ നിന്ന് വേറിട്ടപ്പോൾ തന്നെ നശിച്ചിരുന്നു. എന്നും മദ്യപിച്ച് വന്ന് എന്നെ ഉപദ്രവിക്കും. സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ വീട്ടിൽ പറഞ്ഞു. പക്ഷേ അവരെല്ലാവരും എന്നെ സഹായിക്കുന്നതിനു പകരം ഒറ്റപ്പെടുത്തി. സർക്കാർ ഉദ്യോഗമാണെന്നും എല്ലാം സഹിച്ച് നീ അവിടെ നിൽക്കണം എന്നുമായിരുന്നു അവരുടെ ഉപദേശം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സഹിച്ചു. പിന്നീടാണ് എനിക്കെൻ്റെ 2 മക്കൾ ഉണ്ടാവുന്നത്. ഇവർ 2 പേരും ഇരട്ടക്കുട്ടികളാണ്. അയാളുടെ ഉപദ്രവം എൻ്റെ മക്കൾക്ക് നേരെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ മക്കളെയും എടുത്ത് രക്ഷപ്പെട്ടത്. കിട്ടിയ ട്രെയിനിൽ കയറി ഒടുക്കം ഇവിടെ എത്തി. കയ്യിൽ കരുതിയ ചില്ലറത്തൊട്ടുകളെല്ലാം കഴിഞ്ഞു. മക്കൾ വിശന്നു മരിക്കും എന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ ഇവിടെ കയറി ചായയും വടയും വാങ്ങിയത്. അവൾ വെമ്പി വെമ്പി അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിൽക്കാതെ പെയ്തുകൊണ്ടിരുന്നു. ആദി, കരയാതെ. എനിക്ക് നിന്നോട് എന്തു പറയണമെന്നറിയില്ല. അതൊക്കെ പോട്ടെ, അനന്തുവേട്ടൻ്റെ ഭാര്യ എവിടെ? അവൻ അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. തന്നെ ഒരിക്കൽ പോലും അവൾ കണ്ടിട്ടില്ല. പക്ഷേ നിന്നെക്കുറിച്ച് അവൾ അറിഞ്ഞിരുന്നു. മരണക്കിടക്കിൽ വെച്ച് അവസാനമായി പറഞ്ഞത് നിന്നെക്കുറിച്ചാണ്. നീ നല്ലൊരു ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ നിനക്കൊരു ജീവിതം നൽകണം എന്നായിരുന്നു അവളുടെ അവസാനത്തെ സംസാരം. നിന്നെപ്പോലെ ജീവനായിരുന്നു എനിക്ക് അവളും. പക്ഷെ വിധിയെല്ലാം തകർത്ത് കളഞ്ഞു. ഒരിക്കൽ എനിക്ക് നഷ്ടമായ നിന്നെ വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോട്ടെ എന്നവൻ ചോദിച്ചപ്പോൾ അവളുടെ ഹൃദയം ഒരു നിമിഷം സന്തോഷത്താൽ തുള്ളിച്ചാടി. എങ്കിലും അവളുടെ മക്കൾ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അനന്തു ഏട്ടൻ്റെ ഭാര്യയാവാൻ എനിക്കൊരു 100 വട്ടം സമ്മതാണെങ്കിലും
ഞാൻ പണ്ടുള്ള ആതിരയല്ല. എനിക്കിന്ന് 2 മക്കളുണ്ട്. ഒരിക്കൽ അയാൾ എന്നെ ചവിട്ടി പരിക്കേൽപ്പിച്ചപ്പോൾ എൻ്റെ ഗർഭപാത്രം എടുത്ത് കളയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അനന്തുവേട്ടൻ്റെ മക്കളെ എനിക്ക് ഗർഭം ധരിക്കാനാവില്ല എന്നും പറഞ്ഞ് അവൾ മക്കളെയും എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ 2 മക്കളില്ലേ, ഇവർ 2 മതി നമുക്ക് ജീവിതകാലം മുഴുവനും മക്കളായി. അത് കേട്ടതും അവൾ അവനിലേക്ക് അമർന്നു. അവൻ 2 മക്കളെയും അവളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവിടെ തുടങ്ങുകയായി ആതിരയുടെയും അനന്തുവിൻ്റെയും ജീവിതം. പണവും ജോലിയുമല്ല ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത്, നല്ലൊരു മനസ്സാണ്. അതുണ്ടെങ്കിൽ പണവും നല്ലൊരു ജോലിയും അവരെ തേടി വന്നിരിക്കും. അത് അനന്തു അവൻ്റെ ജീവിതം കൊണ്ട് ഇവിടെ തെളിയിച്ചു കളഞ്ഞു.